യൂണിഫോമിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ പഴിപ്പിക്കാൻ ചെയ്ത കൊല പുറത്തെടുക്കൂന്ന് പറഞ്ഞില്ലേ? എടുക്കടാ, എടുക്ക. നമ്മളിതിലില്ല, കണ്ടാ മതി. എന്താണോ കൂടുതൽ ചാവാൻ നിൽക്കുന്നു? വണ്ടി പുറത്തെടുക്കണം. നിനക്ക് പരാതിയില്ല ഉണ്ടെങ്കിൽ കുന്നും പുറത്തിരിക്കുന്ന നിന്റെ വീടും കുടുംബം കുട്ടികളെയും കോരി വല്ല കൊക്കയിലേക്കിടും. താൻ എന്താണ് ഈ കാണിച്ചത്? എവന്റെ അപ്പീലിന് സ്റ്റേ ഉണ്ട്, കട പൊളിക്കേണ്ടതെന്ന്. അതുകൊണ്ടാ പൊളിച്ചത്. എനിക്കിനി നിയമമില്ല സാറേ. കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ടോ നീ? കുമ്മാട്ടി തൃശ്ശൂര് കുമ്മാട്ടിയല്ല, മുണ്ടൂര് കുമ്മാട്ടി. പണ്ട് ജമ്മിമാര് പാണ്ടികൾ ഇറക്കും കുമ്മാട്ടിക്കോലത്തിൽ.
എതിരെ നിൽക്കുന്ന യൂണിയൻ പ്രവർത്തനമുള്ള ഹരിജന സഖാക്കളെ തീർക്കാൻ. 2 കുമ്മാട്ടി കഴിഞ്ഞു, കുറെ സഖാക്കൾ തീർന്നു. പക്ഷെ അടുത്ത കുമ്മാട്ടിക്ക് തീർന്നത് 13 പാണ്ടികളാണ്. ചെയ്തതാരെന്ന് പോലീസിന് പിടി കിട്ടിയില്ല, പക്ഷെ പാർട്ടിക്ക് കിട്ടി. 25 വയസ്സുള്ള ഒരു ചെക്കനെ കുമ്മാട്ടിക്കോലത്തിൽ കൊണ്ടു നിർത്തി MLA ചാത്തൻ മാഷയുടെ മുമ്പിൽ. മാഷ് അവനോട് പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല, ചെറുത്തു നിൽപ്പാണ്. പക്ഷെ ഇന്ന് നീ എന്ത് ചെയ്യുമ്പോഴും നിയമം വേണം നിന്റെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മാഷ് അവനെ പോലീസ് ചേർത്തു. അവന്റെ പേരാണ് അയ്യപ്പൻ നായർ. പിന്നീട് ഉണ്ടൂര് മാടൻ എന്നൊരു വിളിപ്പേരും കിട്ടി. യൂണിഫോമിൽ കയറിയതുകൊണ്ട് അയാളൊന്ന് ഒതുങ്ങി മയപ്പെട്ടു. ആ യൂണിഫോമാണ് നീ ഇങ്ങനെ നഷ്ടപ്പെടുത്തിയത്. ഇനി അയാൾക്ക് നിയമമില്ല. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. നിൽക്കണ്ട സാറേ, നമുക്ക് പോകാം. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല കുമാര. വക്കീൽ ഉറപ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ? അതല്ല, പോയാ ഈ വക വെടിക്കെട്ടുമായിട്ട് അയാൾ പുറകെ വരും. ചാച്ചനെടുത്ത് പൊട്ടിക്കും. വയസ്സാം കാലത്ത് അങ്ങേര് പോയി കിടക്കേണ്ടി വരും. മാത്രമല്ല, റൂബിയും പിള്ളേരും ഈ സൈസ് പ്രകടനമൊന്നും താങ്ങില്ല. തൽക്കാലം ഇവിടെ അട്ടപ്പാടി നിന്ന് കൊടുക്കുന്നതന്നെ നല്ലത്. വണ്ടിയെടുക്ക്, നാനക്കെട്ടിപ്പോയി 2 കഴിക്കണം. അല്ലേലും ആ നാരുടെ കട പൊളിക്കേണ്ട തന്നെ. എന്റെ സുജിത്ത് നിയമം നോക്കണ്ട സാറേ. താജ അല്ല സാറേ, അത് GD എൻട്രി ചെയ്യണോ? ശരി സാർ. പ്രകടനം ഗംഭീരമായിരുന്നു. അത് കോശിക്ക് വേണ്ടിയുള്ള ഷോയാണെന്ന് മനസ്സിലായി. കാക്കിയിട്ട നിയമം മാത്രം നോക്കുക, ഡ്യൂട്ടി മാത്രം ചെയ്യുക, അതായിരുന്നല്ലോ ഉപദേശം. ഇങ്ങനെയാണ് പോക്കെങ്കിൽ നിയമം മാത്രം ഞാൻ നോക്കൂ. ഏത് മുണ്ടൂര് മാടനായാലും ശരി, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. ഞാൻ സഹായമൊന്നും ചോദിച്ചില്ല. കിട്ടില്ല, പൊയ്ക്കോ. സാർ, എന്താ? ഞാൻ ചാർജ് ചെയ്തൊരു കേസിൽ നിയമം വിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട്. സാറിപ്പോ നിയമം നോക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അതൊന്ന് തിരുത്തണം. ഏത് കേസ്? ആ കോശിയുടെ. ചാച്ചനിപ്പോ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. ആ ഉമ്മനും ജോബിയും വരുന്നില്ലേ, അത് മതി. ആ പിന്നെ കുറച്ച് ക്യാഷ് കൊടുത്തേക്ക്. ഇവിടെ ATM ഒന്നും അത്ര ചൊവ്വല്ല. ആ ശരി. ചാച്ചൻ വരുമോ? വരണ്ടാന്ന് പറഞ്ഞു കേട്ടില്ലേ? അങ്ങേര് കേൾക്കുമെന്ന് ആർക്കറിയാം. ഇതറിഞ്ഞ സ്ഥിതിക്ക് ചാച്ചൻ എന്തെങ്കിലും ഒപ്പിക്കും. എന്തൊരു ബഹളമാണോ അവന്മാര്. താനെ കുപ്പി എടുത്തോണ്ട് വന്ന്. നിന്നെ ഞാൻ എവിടെ എത്തിക്കുമെന്ന് കാണിച്ചു തരാം. അതാണ് അയാളുടെ വാചകം. എന്താ അയാൾ ഉദ്ദേശിക്കുന്നത്? അയാളെന്താ ഉദ്ദേശിക്കുന്നു? തല്ലാനാണെങ്കിൽ വെച്ച് നീട്ടേണ്ട കാര്യമില്ല. ഇനി കൊല്ലാൻ വല്ലതും. താൻ എന്തുവാടോ ഈ പറയുന്നത്? ഇത്ര നിസ്സാരമായിരുന്ന ആരെങ്കിലും കൊല്ലാൻ നിൽക്കൂ? ആ കുട്ടമണി എന്ത് ചെയ്തിട്ടാ അയാളെ കോരി കൊക്കാരിടാൻ പോയത്? ഭ്രാന്തല്ലേ? അത് വെച്ച് നോക്കുമ്പോ അതെ, അത് വെച്ച് നോക്കുമ്പോ പ്രശ്നമാണ്. സാറ് പേടിക്കാതിരി. ഒന്ന് പകച്ചുപോയാ പിന്നെ മനുഷ്യന് 10 പൈസയ്ക്ക് കൊള്ളത്തില്ല. പേടി എനിക്ക്? കുമാര, തള്ളല്ല, സത്യമായിട്ടും പറയുക. ഞാനും കൊന്നിട്ടുണ്ട് 6-7 എണ്ണത്തിന് അങ്ങ് കാശ്മീർ ഷോപ്പിയൻ സെക്ടറിലുണ്ടായിരുന്നപ്പോ. തള്ളല്ലടോ, സത്യമായിട്ടും കൊന്നിട്ടുണ്ടെന്ന്. മനസ്സിലായി സാറേ? ആ, പക്ഷേ ഈ കാര്യത്തില് ശരിയായുടെ ഭാഗത്താ. അതാണൊരു പേടി. അല്ല, പേടിയല്ല, ഈ ഒരു ഭയം.
ആ ഭയം. താനൊന്നും മിണ്ടായിരുന്ന് വണ്ടി ഓടിക്കൂ. ഭയം. കള്ളുണ്ടോന്ന് നോക്കാൻ വരിക ഓഴന്മാർ. എന്താണ് സാറേ ഒരു മിന്നൽ പ്രകടനം? വെറുതെ മെനക്കടണ്ട, വണ്ടിക്കകത്ത് കള്ളൊന്നുമില്ല. ഒരിക്കൽ കള്ളുണ്ടായിരുന്നല്ലോ, ഒരു 12 കുപ്പി. എന്താ അയാളെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? മദ്യം കടത്താൻ ഉപയോഗിച്ച വാഹനം കോൺഫിസ്കേറ്റബിൾ ആണ്. ഡ്രൈവർ പ്രതി. അതിനെടുത്ത് വണ്ടിയിൽ വെച്ചേക്ക്. സുഹൃത്തേ, ഇതൊരുമാതിരി നാറിയ പണിയായിപ്പോയി. നാറിയ പണി മുഴുവൻ കാണിച്ചത് നീയല്ലേ? ഇത് നിയമമാണ്. വണ്ടി ഇടോ. നിർത്ത. വണ്ടിക്കകത്ത് എന്റെ ഫോണും പേഴ്സും ഉണ്ട്, അതെടുക്കണം. പിന്നെ ഡിക്കിന്ന് ബാഗും അവിടെ. വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ മാസ്റ്റർ എഴുതി കോടതി കൊടുക്കും. വേണമെങ്കിൽ അവിടുന്ന് പോയി വാങ്ങിച്ചു. ഇതാണോ എന്നെ എവിടെ എത്തിക്കുമെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ? അതിതല്ല, അതിന് കുറച്ചും കൂടെ പോകാനുണ്ട്. ക്ഷീണിച്ചോ? എന്നെ ക്ഷീണിപ്പിക്കാൻ താൻ കുറച്ചുകൂടെ വേർക്കണം. ഇനിയുണ്ട് 10-12 കിലോമീറ്റർ. ലിഫ്റ്റ് വേണമെങ്കിൽ നീ ചോദിക്കണം. ഇതാനിറങ്ങുന്ന സ്ഥലം. ആനയാണ് ഭേദം. ലിഫ്റ്റ് വേണ്ട. നിനക്കെന്താ പേടിയുണ്ടോ? പേടിപ്പിച്ച് നോക്കുക.
ചോദിച്ചു. ലിഫ്റ്റ്. പോട്ടെ. കയ്യറാ. കട്ടപ്പനെ നാള് കയറി. എന്തിന്? നിന്റെ ബോഡി കൊണ്ടുപോവാൻ. എടോ, താൻ ആരാണ്? ഒരു മുണ്ടൂര് മാടൻ. താൻ മാത്രമല്ല, ഞാനും കൊന്നിട്ടുണ്ട്. കൊല്ലാനെളുപ്പ, ചാവാതെ നോക്കലാം എടുക്ക്. അതുണ്ടോടാ നിനക്ക്? കട്ടപ്പനയ്ക്ക് ഞാൻ തിരികെ പോകുന്നുണ്ടെങ്കിൽ ജീവനോടെ തന്നെ പോകും. തനിക്കത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം താനത് ജീവനോടെ കാണും. തന്റെ ബോഡി ഞാൻ ഇപ്പോ ഇവിടെ നിന്ന് എടുക്കുന്നത് കാണണോ? കാണണോടോ? നിന്റെ ദേഹത്ത് ഞാൻ കൈവയ്ക്കുന്നത് ഇന്നല്ല, പക്ഷെ വൈകില്ല. നിന്റെ സകല സ്വാധീനം കളിച്ചു തീർത്ത് നീ ഒറ്റയ്ക്ക് എന്നെ പോലെ മണ്ണി ചവിട്ടി നിൽക്കുമ്പോ അന്ന് കട്ടപ്പനയ്ക്ക് നീ പെട്ടിയിലേ പോകും. സാറേ, കോശിയുടെ ഫോണാ. മസറ് ചേർത്തിട്ടില്ല. എന്നടാ ഇത്? ചുമ്മാ ആളെ പേടിപ്പിക്കാൻ. എടാ, എവിടായിരുന്നു ഒന്ന്? കോശിയല്ല, അയ്യപ്പൻ നായര. അവനോട് എന്റെ ഇല്ല, പക്ഷെ അവന്റെ തല എന്റെ കക്ഷത്തിൽ തന്നെയുണ്ട്. എപ്പോ വേണമെങ്കിലും ഞെരിക്കാൻ പാകത്തിന്. എടാ, എനിക്ക് എന്നൊക്കെ ചെയ്യാൻ പറ്റും നിനക്ക് അറിയാൻ മേല. എന്താ കൊച്ചിന്റെ മേലെ നീ തൊട്ടാ? നിയമം അനുസരിച്ച് ജീവിക്കുന്നവനല്ലേ തന്റെ ബന്ധങ്ങൾ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്റെ കാര്യത്തിൽ അത് കഴിഞ്ഞല്ലേ. ഇനി ഞാൻ ചെയ്തു തരുന്നത് അങ്ങോട്ട് വാങ്ങിക്കാം. ഈ രാത്രി ഒന്ന് പുകയട്ടെ തന്തയും കുടുംബം. വീട്ടിൽ നിന്ന് പഠിച്ചു കിട്ടിയ നെകളിപ്പല്ലേ. ജോർജാ, കഴിയല്ല കുരിയച്ച. ജോർജ് പറയട്ടെ. പറഞ്ഞാ കേക്കത്ത മുതലല്ലേ. പോയി സമ്മാനം മേടിച്ചിട്ട് വരട്ടെ. ഹലോ ചായ. ഓ, വിളിച്ചിട്ട് കിട്ടിയായിരുന്നോ? ഇല്ല ചായ, ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. കുമാറിന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. എടാവ, ചങ്കിടിപ്പ് കൂട്ടണ്ട, ഒന്നും വരികയില്ലെന്ന്. അവന്മാര് കേറിയിട്ടുണ്ട്. ഓക്കെ ചായ, ഓക്കെ. എന്നാ ശരി. കൂട്ടല്ലേ, റൂം വേണം. കാശുണ്ട കയ്യില് കാണട്ടെ. അതിനും അയ്യപ്പൻ നായരുടെ വിലക്ക് കാണും അല്ലേ? സാറ് പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല, കടപ്പാടുണ്ട്.
സാർ ഞാൻ സ്റ്റേഷനിലെത്തി. ഊവ് ഞാൻ സ്ക്വാഡിനെ അയച്ചു കഴിഞ്ഞു സാർ. ശരി സാർ. വിളിയോട് വിളി, ഇരിക്കപ്പുറത്ത് തരുന്നില്ല. താജു, ആ കോശിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താ സാർ? അവന്റെ ഫോണിൽ നിന്ന് അയ്യപ്പൻ നേരെ അവന്റെ അപ്പനെ വിളിച്ചിരിക്കുന്നു. ആരെങ്കിലും ഒക്കെ വിളിക്കട്ടെ സാറേ. എടാ അങ്ങനെയല്ല. കോച്ച് സാറിന്റെ ഫോൺ കാറിലുണ്ടായിരുന്നു. എന്താ? അതെ സാർ, കാറിലുണ്ടായിരുന്നു. സുജിത്ത് വന്നേ, വാ വാ വാ. കോശിയുടെ ഫോൺ കാറിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് മഹാസറിൽ കണ്ടില്ല? അത് പിന്നെ അത് ഞാൻ അയ്യപ്പ സാറിന് കൊടുത്തു. ഒരു സുപ്പീരിയർ ഓഫീസറോട് ഒഫീഷ്യൽ കാര്യമാണ് നീ സംസാരിക്കുന്നത്. സാർ. എടാ സുജിത്തെ. സാർ, CPO സുജിത്ത്. ഓ ശരി. ഇപ്പം സുജിത്തും സതീഷും. ഒരു മരണമല്ല, ഒരു മർഡർ ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സതീഷേ. എന്താ? അല്ല, അങ്ങനല്ലേ ഇപ്പൊ പറഞ്ഞത്. അല്ലെങ്കിൽ വേണ്ടത് മായിച്ചാളാ. സാറേ, ചെറുത്തുനിൽപ്പിന്റെ പേരിൽ കൊല്ലുന്നത് സാധാ മരണം, ന്യായമല്ലാത്തന്റെ പേരിലാകുമ്പോ അത് മർഡർ. സാറെ, പണ്ട് കരിങ്കൊടി കാണിച്ചതിനും സെക്രട്ടേറിയറ്റ് പിക്കറ്റ് ചെയ്തതിനൊക്കെ പോലീസുകാരുടെ തല ഒരുപാട് കൊണ്ടതിന് ശേഷമാണ് ഞാൻ പോലീസായത്. ജീവിക്കാൻ ഈ നടക്കുന്ന ഒരു സമരം തന്നെ സാറേ. ഇനി എന്തൊക്കെ പറഞ്ഞാൽ ജോലി പോയാലും ഞാൻ അയ്യപ്പ സാറിനോട് നിൽക്കും. ആ പോലീസ് അസോസിയേഷന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എന്നുള്ള നിന്റെ ഹൊങ്ക് ഞാൻ ഇന്നാ കണ്ടു. അതിന് സാർ ഇപ്പോഴല്ലേ ഒരു അവസരം ഉണ്ടായി തന്നു. സാറ് പാതിരയ്ക്ക് ഓടി വിയർക്കൊന്നും വേണ്ട. അവനിപ്പോ നടന്ന് ലോഡ്ജിലെത്തിയിട്ടുണ്ടാവും. നിങ്ങളൊരു 4 പേര് വാ. ആ താജു. സർ. CPO സുജിത്ത് വരണ്ട, നിങ്ങൾ വാ. സർ. സാറേ, കോശിയല്ലേ? കോശി, എന്താ ഇവിടെ കിടക്കുന്നേ? റൂം തന്നില്ല. അയ്യപ്പൻ നായരുടെ ഇഞ്ചക്ഷൻ ഓർഡർ. കാശ് കൊടുക്കാതെ തരത്തില്ലെന്ന്. എന്റെ പേഴ്സ് നിങ്ങൾ കൊണ്ടുപോയില്ലേ, പിന്നെ എന്റെ എവിടുന്ന കാശ്? എണീക്ക്, ഞാൻ പറയാം. റൂം തരും. ഓ വേണമെന്നില്ല. ഔദാര്യങ്ങൾ സ്വീകരിക്കുന്നതല്ല. 3-4 ദിവസം മഞ്ഞത്ത് കിടന്നിട്ടുണ്ട് ട്രെഞ്ചില്. ഭക്ഷണം വല്ലതും കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കാതെയും ട്രെഞ്ചിൽ കിടന്നിട്ടുണ്ട്. എന്നാ ശരി, വാ പോവാ. അതെ, ആ ഫോണൊന്ന് കിട്ടിയിരുന്നെങ്കിൽ വീട്ടിലേക്കൊരു കോൾ ചെയ്യായിരുന്നു. അല്ല, അപ്പൊ ഇത് ഔദാര്യമല്ലേ? ഫോണില്ലാതെയും ട്രെഞ്ചിൽ കിടന്നിട്ടില്ലേ? അപ്പൊ വേണ്ട. സാർ. ഇല്ല സാർ, കോശിയെ കണ്ടിട്ടില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഓ, അയ്യപ്പൻ നേരെ ചോദ്യം ചെയ്തു. അതിലൊന്നുമില്ല സാർ. സാറ് തന്ന 24 മണിക്കൂർ തുടങ്ങിയല്ലേ ഉള്ളൂ. നോക്കട്ടെ. ഇവിടെ ആരും ഇല്ലല്ലോ. എടാ, ഇത് പൂട്ടിയിട്ടേക്കാണല്ലോ. എടാ, നീ കടയിലെന്ന് ചോദിച്ചേ.